ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, മുത്തശ്ശി വല്ല സ്വപ്നം കണ്ടോ? അതേടാ, പ്രിയങ്ക വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവള് നിന്നെ. അയ്യേ, എന്താ മുത്തശ്ശി ഇത്? രാത്രി മുഴുവൻ പ്രിയങ്കയുടെ കാര്യങ്ങൾ പറഞ്ഞു കിടന്നിട്ട് സ്വപ്നം കണ്ടതാ. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? എനിക്ക് പേടിയുണ്ട് മക്കളെ. അവള് വെറുതെ ഇരിക്കില്ല. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാല് മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റുമോ? എനിക്കൊന്നും സംഭവിക്കില്ല. നോക്ക്, പ്രിയങ്ക ഇപ്പൊ നോർമൽ അല്ലല്ലോ. ഇനി അഥവാ പ്രിയങ്ക നോർമലായിട്ട് തിരിച്ചു വന്നാൽ പോലും എനിക്കെന്നല്ല, ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. മോളെ, എന്റെ മോന്റെ അടുത്ത് ഒന്ന് പോവോ? പോവോ? ഇതിനുള്ള ഉത്തരം മോനോട് നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുൺ എനിക്ക് തന്നതാരാ? മുത്തശ്ശിയല്ലേ? ഈ ആയുസ് മുഴുവൻ ഞാൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടല്ലോ? പ്രിയങ്ക വന്നാൽ നിങ്ങൾ ആരും അതിനെ കുറിച്ച് പേടിക്കണ്ട. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പോരെ മുത്തശ്ശി, ഇത്രയും ധൈര്യത്തോടെ അയാൾ കൂടെ നിൽക്കുമ്പോ വെറുതെ എന്തിനാ നമ്മള് പേടിക്കുന്നേ? ഞങ്ങളോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ മുത്തശ്ശി ഇങ്ങനെ കാണുന്നതും പറയുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഞങ്ങളുടെ ഭാഗ്യം, ഇങ്ങനൊരു മുത്തശ്ശി കിട്ടിയത്. അതെ, കണിമംഗലത്തെ ജയഭാരതി അമ്മ പേടിക്കുമ്പോ ഉറച്ചു നിൽക്കുന്ന രണ്ട് പടയാളികളായിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും.